മുത്തച്ഛ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. കണ്ടുകളയാം. രവി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്, ഈ ബേത്ലഹേം നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നീസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ അങ്ങ് ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. പറഞ്ഞു ഒന്നിട്ട് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് കൊടുക്കാനോ? ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നീസ് സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. രവി സാറേ, ഇതേ മുതലാളി. രവി സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്നേ പാടോ. ചാടരുത്, അത് പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാണോ, പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും. ബെത്ലഹേം ഡെന്നിസ്. കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്കേ. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയാൾ ബാത്റൂമില്. മുത്തച്ഛാ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. ആമി കരയുന്നു. ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ, ഓടി വരണേ. മുത്തച്ഛാ, മുത്തച്ഛാ, അയ്യോ, എന്നെ കേറി പിടിച്ചാ. അയ്യോ, പിടിച്ചോളാം. ആരെങ്കിലും ഓടി വരണേ. ആമിക്ക് എന്ത് പറ്റി? ആമി, മുത്തച്ഛാ, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. അയ്യോ, എന്താ ഡെന്നീസ്, എന്താ ഉണ്ടായത്? എന്താ, എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ. മുത്തച്ഛാ, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തച്ഛ. എന്നിട്ട് എന്റെ അടുത്ത് I love you എന്ന് പറഞ്ഞു മുത്തച്ഛി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. കള്ളം. ആരെങ്കിലും കയറി നോക്കൂ അതിനകത്ത് പാമ്പുണ്ടോന്ന്. എനിക്കിനി ജീവിക്കണ്ട, ഞാൻ suicide ചെയ്യും. No, she is lying. മുത്തച്ഛ, she is lying. Get lost, you scoundrel. പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തച്ഛ, അവനെന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ. ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട് എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാൻ പണം കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തച്ഛ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമില്. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തച്ഛ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചിട്ടോ? അതെ മുത്തശ്ശ, 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് തെറിച്ച് നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ മുത്തശ്ശ ഇത് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ
അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. അയ്യോ, ആ ചോര കൊണ്ടാണ് മുത്തച്ഛന് രവി ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാവുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും. എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടി വന്നു. ആമിയുടെ ഞാനിക്കണോ? ആമിയുടെ വന്നേ. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? എടീ, ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്? എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കം വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കുവോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ചെയ്യില്ല. നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീടന് ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഡെന്നിസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യുക എന്നുള്ളതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ഡെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? ഗായോടെ നിന്നേ. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്ത് പോലെ ആയിരുന്നു ഞാൻ നോക്കില്ല. കുറച്ച് പെടയാൻ പറ്റിയരും. സത്യം പറയേ. സത്യം ആമി. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് പാമ്പെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വേണ്ട, അടിക്കൊന്നും വേണ്ട. ആമി കമ്മിയെ മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. പിന്നെ ആ കോർണറിൽ പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പറയുന്നവർ ഇറങ്ങിപ്പോരുത്. അവിടെ നിന്ന് സംസാരിക്കാൻ പാടുണ്ടോ? ഓക്കേ. ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് അവിടെ കെട്ടി തൂക്കിയിടണം. രവി, കിടന്ന് കൂവണ്ട. ഞാനിവിടെ ഉണ്ട്. എടാ മടിയൻ ചങ്കു, എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലടാ. ആസനത്തിൽ വെയിൽ ഉദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാറുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്? എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയറോപ്ലെയിൻ, റോക്കറ്റ്, എന്തിന് ഇന്ത്യ പൊക്രാനിലെ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവർ കഴുതറ പുറത്ത് കയറി കൊച്ചു വെളുപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സസൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഡെന്നീസ് നാക്കിനെ തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരൊറ്റ പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്. അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എടാ, എന്റെ റാംബോ നിന്നെ പോലൊരു മടിയനായി പോവല്ലോടാ. ഒരു 2 റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചെങ്കിൽ വാ, ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്. 1 കിൻഡൽ വെയിറ്റ് ആ പകന്. പോണത് കണ്ടില്ലേ? ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര. താഴെ വീട് കൂവിക്കോട്ടെ. കൂവിക്കോ, പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ ആമി ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? What a question. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. അബ്രാമി, വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്.
അയ്യാടാ ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. ആ എന്നാ പിന്നെ അനുഭവിച്ച് തന്നെ പഠിക്കും. ഓ പഠിച്ചോളാം. ഓ ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? ഗോ ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചു തരാം ഞാൻ.